വിജയിച്ചവർക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കലക്ടർ സമ്മാനം നൽകുന്നതാണ്. അതിനായി കലക്ടറെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ അശ്വിൻ ബാലചന്ദ്രന്റെ രക്ഷകർത്താവ് ശ്രീ ബാലചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അശ്വിനെയും. ഇനി പങ്കെടുത്ത 3 മത്സരങ്ങളിലും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ പത്മിനിയുടെയും സത്യഭാമയുടെയും മകളായ ശിവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം പത്മിനിയെയും സത്യഭാമയെയും. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സത്യഭാമയുടെയും പത്മിനിയുടെയും അമ്മയായ കളക്ടർ ശാലിനി മാഡം തന്നെയാണ് ഇവർക്ക് സമ്മാനം കൊടുക്കുന്നത്. എന്തുകൊണ്ടും ഇത് വിലമതിക്കാനാവാത്ത ഒരു മുഹൂർത്തം തന്നെയാണ്. വിജയത്തെക്കുറിച്ച് ശിവൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ ഒരു നിയോഗമാണ്. ആരോ ഒരാൾ എന്നെ ഏൽപ്പിച്ച ജോലി പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞാൻ ചെയ്യുന്നു. മറ്റാരുടെയോ പ്രേരണയാൽ നടക്കുന്നതാണ്. ആ ശക്തിയെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇത് തീർച്ചയായും ആരോ എഴുതി ഉറപ്പിച്ചു വെച്ച എന്റെ നിയോഗം തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കുട്ടികൾക്ക് വേണ്ടി മത്സരിക്കാൻ വരാനും അത് ജയിച്ചതിന്റെ സന്തോഷത്തോടൊപ്പം കളക്ടറുടെ കയ്യിൽ നിന്ന് തന്നെ ട്രോഫി വാങ്ങിക്കാനും എനിക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ. നന്ദിയുണ്ട് എല്ലാത്തിനും. ഒപ്പം എനിക്ക് ഈ അവസരം ഒരുക്കിയ സർവേശ്വരനോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി. സന്തോഷത്തിൽ പങ്കുകൊണ്ട് കളക്ടർ ശാലിനി മാഡം 2 വാക്ക് സംസാരിക്കണ്ടേ? വാ മക്കളെ, വാ. തീർച്ചയായും വേണം മാഡം, പ്ലീസ്. അമ്മ ഇത് കണ്ടോ? ഞങ്ങളാ ജയിച്ചേ. അമ്മേ വാ. സത്യമേ ഇത് കണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയാ. ശിവനെങ്കിൽ എല്ലാത്തിലും ഫസ്റ്റാ.
ഓട്ടത്തിനും ചാട്ടത്തിനും എല്ലാത്തിനും ഫസ്റ്റാ. എങ്ങനെയുണ്ട് സത്യാമ്മേ, സൂപ്പർ അല്ലേ? നമുക്കിത് ഷോക്കേസിൽ കൊണ്ടുവയ്ക്കാം അല്ലേ സത്യാമ്മേ? മക്കൾ അകത്ത് കൊണ്ടുപോയേ എവിടെയാ ഇഷ്ടം എന്ന് വെച്ചാ അവിടെ വെച്ചോ. ശരി. വാ പപ്പി, ഇത് നമുക്ക് അച്ഛനെ കാണിക്കാം. ആ അത് ശരിയാ, അച്ഛനത് കാണുമ്പോ വലിയ സന്തോഷാവും. അച്ഛനെ വിഷ്ണു തന്നെ ജയിച്ചു നമുക്കങ്ങ് പറയാം. അത് ശരിയാ, വാ. ഒന്ന് നിന്നേ. നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഞാൻ ചിലതൊക്കെ കേട്ടു. ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചോദിക്ക. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ശാലിനി, നിനക്ക് എങ്ങനെ എന്റെ മകനെ മറക്കാൻ തോന്നുന്നു? പൊന്നുപോലല്ലേ അവൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്? സ്നേഹത്തോടല്ലാതെ ഇന്നുവരെ നിന്നോട് അവൻ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും നീ അവനെ... സത്യമേ, എന്റെ മകന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കണ്ടിരുന്നത്. നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഇതിനായിരുന്നോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നത്?